ഗൂഗിൾ ആളുകളുടെ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടോ? ചോർത്തിയിട്ടുണ്ട് എന്നാണ് കോടതി വിധി അടക്കം ഉള്ള വാർത്ത പുറത്തു വരുന്നത്. കാരണം വലിയ തോതിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല, ഇത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കണം. നമ്മളുടെ ഫോണിൽ ഇല്ലെങ്കിൽ നമ്മളുടെ മറ്റെന്തെങ്കിലും കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ ഒരു ഐപാഡിൽ ഇല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവരങ്ങൾ മുഴുവനായി ഒറ്റയടിക്ക് ചോർത്തിയെടുത്ത് കൊണ്ടുപോയി എന്നുള്ള വിവരമാണ്. അത് 1-2 വർഷത്തെ അല്ല, കഴിഞ്ഞ 8 വർഷത്തെ, അതായത് 2016 മുതൽ 24 വരെയുള്ള കണക്കുകൾ എടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോകത്തിന് മുമ്പിൽ വന്നത് എന്നുള്ളതാണ്. അതായത് ഉപഭോക്താക്കളുടെ ഡാറ്റയെ രഹസ്യമായി ട്രാക്ക് ചെയ്യുന്നതിനാണ് ഗൂഗിളിന് $425 മില്യൺ പിഴ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത്. $425 മില്യൺ. അത് നിസ്സാരമായ തുകയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഗൂഗിളിന് വൻ തുകയാണ് പിഴ ഇതിലൂടെ വന്നിരിക്കുന്നത്. രഹസ്യമായി ഡാറ്റ ട്രാക്ക് ചെയ്യുന്നതിന് $425 മില്യൺ പിഴ ചുമത്തണമെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവ്യക്തമായ ഒരു കാര്യത്തിനകത്ത് ഒരിക്കലും ഇത്ര വലിയ പിഴ വരില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇത് ഒരു വീഡിയോയുടെ ഉള്ളടക്കത്തിൽ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് പൽക്കി ശർമ്മ അവതരിപ്പിച്ച വാൻറ്റേജ് എന്ന പരിപാടിയിലെ ഒരു വീഡിയോയിലാണ് ഈ പറയുന്ന ഉള്ളടക്കം മുഴുവനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണ് സംഭവിച്ചതെന്ന് ബേസിക്കായിട്ട് നമുക്ക് കാര്യം നോക്കാം. നമ്മുടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മളത് ഓഫാക്കി ഇടും. അത് ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഓഫാക്കി ഇടുന്നത്. അങ്ങനെ ഓഫാക്കി ഇട്ടിരുന്നതിൽ കടന്നു കയറി അതിൽ നിന്നാണ് ഡാറ്റ ചോർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓഫാക്കി ഇട്ടാലും ശരി തന്നെ ഇവർ വിവരങ്ങൾ എടുക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ആപ്പ് എടുക്കുന്നു, അപ്പോൾ അതിൻ്റെ അകത്ത് പ്രൈവസി ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ പറയും ഗാലറി എടുക്കരുത്, കോൺടാക്റ്റ് എടുക്കരുത്, ക്യാമറ എടുക്കരുത്. നമ്മൾ ഇത്ര 3 കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് എഗ്രി ചെയ്തിട്ടാണ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് 3 അവരെടുക്കുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തി. നമ്മുടെ ലൊക്കേഷൻ അവരെടുക്കുന്നു, ചിലപ്പോൾ ഒരു ട്രാവലിംഗ് ആപ്പാണെന്ന് വെച്ചോളൂ. ഈ ആപ്പ് നമ്മളുടെ രഹസ്യ വിവരങ്ങൾ എടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ, നമ്മുടെ ഫോട്ടോസ്, നമ്മളുടെ ഇമേജസ്, നമ്മുടെ മറ്റ് ഓഫീസിലുള്ള പേപ്പേഴ്സ്, നമ്മുടെ ക്യാമറ, നമ്മുടെ വോയിസ് റെക്കോർഡർ, ഇതൊക്കെ എടുത്തിട്ട് നമ്മളുടെ വിവരങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരു ചതി ഗൂഗിൾ ചെയ്തു എന്നാണ് കോടതിയിൽ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അത് വൻ ചതിയാണ്. ഗൂഗിൾ മാപ്പ് എടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ യാത്രക്കിടയെ സ്വകാര്യമായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചോർത്തിയെടുത്താൽ എന്താവും അവസ്ഥ? അങ്ങനെ വലിയ രീതിയിൽ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയെടുത്തു എന്നുള്ളതാണ് ഇവർക്ക് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റം. ഏതാണ്ട് 3500 കോടി രൂപയുടെ പിഴയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്ര വലിയ തുകയാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് കേസിനെ പറ്റിയിട്ട് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കേസിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. 2020 ജൂലൈയിലാണ് ഒരു കൂട്ടം ഉപഭോക്താക്കൾ ചേർന്നിട്ട് ഈ കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർ എങ്ങനെയെങ്കിലും മിക്കവാറും ടെക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. ഈ പറയുന്ന ആൾക്കാർ ഒരു കേസ് ഒരുമിച്ച് ചേർന്നാണ് ആക്ഷൻ കേസായിട്ട് ഇത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഉപഭോക്താക്കളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യ വിവരങ്ങൾ ട്രാക്ക് ചെയ്തു എന്നുള്ള ഒരു ഹർജിയാണ് ആദ്യം കൊടുത്തത്. ഈ ഹർജി പ്രകാരം 2016 ജൂലൈ മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള കാലയളവിലെ വിവരങ്ങൾ കോടതി പരിഗണിച്ചു. എന്നിട്ട് കോടതി കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അവലോകനം ചെയ്തു, ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി. എന്നിട്ട് 98 മില്യൺ ഉപഭോക്താക്കളെയും 174 മില്യൺ ഉപകരണങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് 98 മില്യൺ ഉപഭോക്താക്കളെ ഇത് ബാധിച്ചു. അത്രയേറെ മനുഷ്യരെ അവരുടെ വിവരങ്ങൾ ഇവർ ചോർത്തിയെടുത്തു എന്നുള്ളതാണ്. അതിന് പിന്നാലെ തന്നെ 174 മില്യൺ ഉപകരണങ്ങളിൽ കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 98 മില്യൺ ആൾക്കാരുടെ 174 മില്യൺ ഉപകരണങ്ങളിൽ നിന്ന് ഈ വിവരങ്ങൾ ചോർത്തിയെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഡാറ്റയാണ്? അത് വെച്ച് ഇവർക്ക് എന്ത് മാനിപ്പുലേഷൻസ് നടത്താൻ കഴിയും? അങ്ങനെ വലിയ ഒരു ക്രമക്കേട് ഗൂഗിൾ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ സ്വകാര്യത ലംഘിച്ചു, വ്യക്തിപരമായ കാര്യങ്ങളിൽ കടന്നു കയറി എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഗൂഗിളിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി പിഴ ചുമത്തിയത്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇതിനെ സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വന്നേനെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നഷ്ടപരിഹാരമായിട്ട് $31 ബില്യൺ നഷ്ടപരിഹാരമാണ് ഇവർ ആവശ്യപ്പെട്ടത്, ഈ പറയുന്ന കേസ് കൊടുത്ത ആൾക്കാർ. പക്ഷേ $425 മില്യൺ മാത്രം നൽകാനാണ് കോടതി വിധിച്ചത്. അപ്പോൾ ഉപഭോക്താക്കളെ ദ്രോഹിക്കണമെന്ന ദുരുദ്ദേശത്തോടെയാണ് ഗൂഗിൾ ഇത് ചെയ്തതെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് പ്യൂണിറ്റീവ് ഡാമേജ്, ശിക്ഷാപരമായ പിഴ ഇതിൽ ചുമത്താൻ കഴിയില്ലെന്നും കോടതി പറയുന്നു. അതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കോടതിയുടെ. പക്ഷേ എന്തായാലും കോടതിക്ക് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു,
ഗൂഗിൾ ഡാറ്റ ചോർത്തി. ഇത് മനഃപൂർവ്വമാണോ ഇല്ലെങ്കിൽ ദുരുദ്ദേശമില്ലാതെയാണോ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഡാറ്റ ചോർത്തിയോ ഇല്ലേ? ഇന്നിപ്പോൾ ഏത് മനുഷ്യനാണ് ഇത്തരം ആപ്പുകളായാലും ഗൂഗിളായാലും സെർച്ച് ചെയ്യാതിരിക്കുന്നത്? അപ്പോൾ ഇതെല്ലാവരുടെയും എല്ലാവരും ഈ കാണുന്ന ഞാനും പ്രജിതയും ഈ വീഡിയോ കാണുന്ന ആൾക്കാരും നമ്മളുടെ ടെക്നിക്കൽ സ്റ്റാഫ് അടക്കം എല്ലാവരും ഇതിന് വിധേയമായിക്കൊണ്ട് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഈ വീഡിയോ പോലും ഗൂഗിൾ ആക്സസ് ചെയ്ത് അവരവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ എന്ത് മാനിപ്പുലേഷനും നടത്താൻ ഈ പറയുന്ന എന്ത് അധികാരവും ഉപയോഗിക്കാൻ എവിടെയും എന്തും ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് വേണം കണക്കാക്കാനായിട്ട്. പക്ഷേ ഗൂഗിൾ ഇതിനെല്ലാം നിഷേധിക്കുകയാണ്. ഇത് കോടതി വിധി തെറ്റാണ്, ഈ വാദങ്ങളെല്ലാം തെറ്റാണ്, അവരുടെ പ്രൈവസി ടൂളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കോടതിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ പരിപാടി ഇങ്ങനൊരു വിധി വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അവർ വിധിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും വിധിക്കെതിരെ അവർ അപ്പീൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന ഇതിനകത്ത് വലിയൊരു മുന്നറിയിപ്പ് വരുന്നുണ്ട്. അതായത് ഉപഭോക്താക്കളുടെ ഡേറ്റ ഉപയോഗിക്കുന്ന സ്വകാര്യ കമ്പനികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. ഇപ്പം നമ്മൾ നൂറുകണക്കിന് ആപ്പുകൾ ഇവിടെ ഉപയോഗിക്കും. നമ്മുടെ ഓഫീസ് അറ്റൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട ആപ്പ്, അതൊരു പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതായിരിക്കാം, ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കാം, മറ്റെന്തെങ്കിലും ഒരു ഗെയിമിംഗ് ആപ്പ് നമ്മൾ കാണുമ്പോൾ ഒരു ഗെയിമിംഗ് ആപ്പ് എവിടെ ഉണ്ടാക്കിയെന്നൊന്നും അറിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അതിനകത്ത് ഈ പറയുന്ന പ്രൈവസി ടൂളുകളെല്ലാം നമ്മൾ ഓഫ് ചെയ്തിടും. ഈ പ്രൈവസി ടൂൾ ഒന്നും പ്രൈവസി എന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ കണ്ണ് വെട്ടിച്ച് അവർ നമ്മളുടെ സകല വിവരങ്ങളും ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം രഹസ്യമായി ചെയ്യുന്നു, ഇവൻ്റെ താല്പര്യം തീവ്രവാദമാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അട്ടിമറിക്കണമെന്ന് അതുവഴി ശ്രമിക്കും. നിങ്ങളൊരു സൈനികനാണ്, നിങ്ങളിപ്പോൾ ഈ പറയുന്ന സുരക്ഷയൊക്കെ കണക്കാക്കി കുറച്ചുകൂടെ വിലയുള്ള നല്ല ഫോണായിരിക്കും ഉപയോഗിക്കുന്ന ഒരു പക്ഷേ ഹാക്ക് ചെയ്യാനൊന്നും പറ്റാത്തത്. അങ്ങനെയുള്ളത് നിങ്ങൾ ഉപയോഗിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. നിങ്ങളൊരു സൈനിക ഉദ്യോഗസ്ഥനാണ്, സുപ്രധാനമായിട്ടില്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരനോ അളിയനോ ആരെങ്കിലും വീട്ടിൽ വന്നു ഫോൺ അവൻ്റെ പോക്കറ്റിൽ കിടക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് പല നിർണായകമായ കാര്യങ്ങൾ ചിലപ്പോൾ അയാളെ മറ്റൊരു ഉദ്യോഗസ്ഥനാണെന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഈ കാര്യങ്ങൾ ചോർത്തിയെടുത്താൽ എന്ത് ചെയ്യും? അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് ഹാൻഡിൽ ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളുണ്ട്. പോട്ടെ, നിങ്ങളെ അറിയാവുന്ന ഒരാൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ വിൽക്കാനായിട്ട് ഈ ആപ്പിൻ്റെ ഉടമ ശ്രമിച്ചാലും, അപ്പോൾ അതുപോലത്തെ ഒരു പരിപാടിയാണ് ഗൂഗിൾ ചെയ്തിരിക്കുന്നത്. ഗൂഗിളിൻ്റെ പക്ഷേ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള താല്പര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഓരോ വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, അവൻ്റെ താല്പര്യം എന്താ, അവൻ്റെ ഇഷ്ടം എന്താ, ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാം. അവൻ്റെ രാഷ്ട്രീയം, അവൻ്റെ ചിന്താഗതി, അവൻ്റെ വിശ്വാസങ്ങളെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള രീതിയിലാണ് ഈ ഡേറ്റ ചോർച്ച എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ എന്ത് മാനിപ്പുലേഷനും എന്ത് അതിക്രമവും നടത്താനായിട്ട് സർവശക്തരായിട്ടുള്ള ആൾക്കാരാണ് ഈ ടെക് ഭീമന്മാർ. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. ഫോൺ ഓഫായിരുന്നാൽ പോലും പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്ന കാലത്താണ് എങ്ങനെ സുരക്ഷ ഉണ്ടാകുമെന്നുള്ള വലിയ ചോദ്യം വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.